വെൽക്കം ടു ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. ഞാൻ ഇന്ന് ഡ്രൈപ്പ് ചെയ്തേക്കുന്ന സാരി നമ്മുടെ സെമി ടസറിൽ വന്നിട്ടുള്ള സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഇതുപോലെ യെല്ലോ ആണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലെയിൻ സാരി വരുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ഡിസൈനൊക്കെയുള്ള ബ്ലൗസസ് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഞാൻ തയ്ച്ചേക്കുന്നത് ഫുൾ കയറിയിട്ട് ഓപ്പൺ നെക്കാണ് വെച്ചേക്കുന്നത്. അപ്പോൾ സാരിയുടെ ബ്ലൗസിൻ്റെ ഐഡിയ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തത്. 1100 റേഞ്ചിൽ വരുന്ന 2 ഡിഫറെൻറ്റ് പാറ്റേൺസാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അടിപൊളി കളേഴ്സാണ്, ഭയങ്കര സോഫ്റ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, സെമി ടസർ നമുക്ക് ഉടുക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് പ്ലീറ്റ് ചെയ്യാം, നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. എങ്ങനെ ഉടുത്താലും അതുപോലെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ അടിപൊളി കളേഴ്സാണ്. ഇഷ്ടമാകുന്നൊരു വേഗം സൈറ്റ് ബുക്ക് ചെയ്യുക. 1100 റേഞ്ചും പിന്നെ 2100 റേഞ്ച്. ഇത് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഡ്രൈപ്പ് ചെയ്തേക്കുന്നതിൻ്റെ പല കളേഴ്സാണ് കേട്ടോ. ഇത്രയും കളേഴ്സുണ്ട്, എല്ലാം സെറ്റിൽ എലഗൻ കളേഴ്സാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ വന്നിരിക്കുന്നത് ഇതുപോലെ സ്ട്രൈപ്സ് വന്നിട്ടുള്ള വീവിങ് പാറ്റേൺ. ഇതൊക്കെ തന്നെ ഉടുത്താൽ ഞാനിപ്പം ഡ്രൈപ്പ് ചെയ്തേക്കുന്ന പോലെ നീറ്റായിട്ടിരിക്കുന്ന സാരീസാണ്. ഡീറ്റെയിലിംഗ് കാണാം. ഫസ്റ്റ് സാരി യെല്ലോ ആണ്, 1100 ആണ് റേറ്റ്. സൈറ്റ് ബുക്ക് ചെയ്യുക. സൈറ്റ് ഐ ഡി ഗ്ലിറ്റ്സിൻ്റെ.ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ 3 വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് സാരി കാണാം. നെക്സ്റ്റ് കളർ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്, ബ്യൂട്ടിഫുൾ സാരിയാണ്. സെയിം ടോൺ ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത്. 1100 ആണ് റേറ്റ്. നീറ്റായിട്ട് ഇരിക്കും ഡ്രൈപ്പ് ചെയ്താൽ. സെയിം ടോൺ ബ്ലൗസ് ഇടാം, അതല്ലെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസും ഇതിനോട് നന്നായിട്ട് മാച്ച് ആവും. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡ്, റെഡ് അല്ല, ഒരു പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡാണ്. പല്ലുവിൽ ചെറിയൊരു സീക്വൻസ് വീവിങ് പോയിട്ടുണ്ട്. ആൻഡ് സാരിയിൽ ഫുൾ ചെറിയ സ്ട്രൈപ്സാണ് പോയിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ സാരി, 1100 റേറ്റ്. ഈ ഒരു കളർ നമുക്ക് കാണുമ്പോൾ അത്ര പെട്ടെന്ന് ഭംഗിയായിട്ട് തോന്നില്ല, പക്ഷേ ഇതിൻ്റെ കൂടെ ബ്ലൗസസ്, വൈറ്റ് ബ്ലൗസൊക്കെ നന്നായിട്ട് മാച്ച് ആവും. ഓഫ് വൈറ്റും വൈറ്റൊക്കെ നന്നായിട്ട് മാച്ച് ആവും. ആ ഒരു ബേജിനോട് മാച്ച് ആയിട്ടുള്ള കളറാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഡാർക്ക് മറൂൺ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ബ്ലൗസസ് ഇട്ടാൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം. അതല്ല ഇതിൻ്റെ സെയിം ബ്ലൗസ് തന്നെ തയ്ച്ചിട്ട് ഒരു കോൺട്രാസ്റ്റ് ജ്വല്ലറി, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജ്വല്ലറി കൂടെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒരു റെയർ ഷെയ്ഡ് എന്ന് പറയുക, റോസ് ഗോൾഡ് കളർ ഒരു ലൈറ്റ് ലാവൻഡറും കൂടി ചേർന്ന് വന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. നല്ലൊരു ഓഷ്യൻ ബ്ലൂ കളറാണ് നെക്സ്റ്റ് കൊണ്ടുവരുന്നത്. നല്ലൊരു ബേജാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത്. ഇതും സെമി ടസർ തന്നെ വന്നേക്കുന്നത്. 1195 ആണ് റേറ്റ് വരുന്നത്. ഫുൾ വീവിങ് പാറ്റേണാണ് പോയിരിക്കുന്നത്. ബ്ലൗസ് ഇതാ ഇതുപോലെ പ്ലെയിനാണ്, സെയിം വന്നിട്ട് പ്ലെയിൻ. അപ്പോൾ ഇതിൽ സാരിയിൽ ഫുൾ വീവിങ്ങും ബ്ലൗസ് പ്ലെയിനും ആണ്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. 1195 ആണ് റേറ്റ്. സൈറ്റ് ബുക്ക് ചെയ്യാം. നല്ല ഭംഗിയില്ലേ ഈ ഗ്രീൻ ഷെയ്ഡ് കാണാൻ? രസമുള്ള സാരിയാണ്. പ്ലീറ്റ് ചെയ്താലൊക്കെ നല്ല ഓഫീസിലൊക്കെ പോകുന്നവർക്ക് അടിപൊളിയായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നല്ല രസമുള്ള ഗ്രേ ഷെയ്ഡ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോഴാണ് ഉടുക്കുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ക്ലോസ്ഡ് കുറച്ച് നെക്കൊക്കെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ വെരി കംഫർട്ടബിളാണ്. നമ്മൾ ചുരിദാറൊക്കെ ഇടുന്ന പോലെ തന്നെ കംഫർട്ടബിളായിട്ട് നീറ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും. നമുക്കിങ്ങനെ ബ്ലൗസ് ഒന്നും ഇറങ്ങിപ്പോയില്ല, നെക്ക് വൈഡൊന്നും അല്ലെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇത് കയറ്റിയിട്ട് ചെയ്തേക്കാം, ഓപ്പൺ നെക്ക് ഫ്രണ്ടിൽ ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഇരിക്കാം. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡ് കേട്ടോ. യെല്ലോയും ബേജും കൂടെ ചേർന്നിട്ട് കോമ്പിനേഷൻ അടിപൊളി കളറാണ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡ് കേട്ടോ. ലാസ്റ്റ് കൊണ്ട് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. അപ്പോൾ അടിപൊളി സാരിയാണ്. ഇഷ്ടമാകുന്നൊരു വേഗം സൈറ്റ് ബുക്ക് ചെയ്യുക. ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അത് വീഡിയോ. ഞാൻ എപ്പോഴും സാരി ഉടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ പ്ലീറ്റ് എങ്ങനെ എടുക്കുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാൾ മുമ്പ്, എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിന് മുമ്പ് നമ്മൾ ആ വീഡിയോ ടിപ്പ് ഓഫ് ദ വീക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കുറേ പുതിയ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ പ്ലീറ്റിങ് എടുക്കുന്നത് സിമ്പിളായിട്ടുള്ളതെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കൊരു സാരിയിൽ ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നവർക്ക് അത് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു സാരി 1 ലെയർ ഇട്ടാലും ഭംഗിയാട്ടോ. നല്ല നീറ്റായിട്ടിരിക്കും. ഒട്ടും നിഴലൊന്നും അടിക്കുക. നല്ല ഭംഗിയായിട്ടിരിക്കുന്നൊരു സാരിയാണ്. മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക.